നമസ്കാരം. ഇന്ന് നമുക്ക് ലഹരികൾ നുരയുന്ന വഴിത്താരകളിലൂടെ ഒന്ന് സഞ്ചരിച്ചാലോ? നമുക്കറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ഒരു കർമ്മ പദ്ധതിക്ക് രൂപം കൊടുത്തിട്ട് ഇന്നത്തേക്ക് ഏകദേശം ഒരു 78ഓളം ദിവസങ്ങളായി. ഇതിനോടകം 8.24 കിലോ MDMA പിടിച്ചെടുക്കുകയുണ്ടായി. ഇതിന് ഏകദേശം ഒരു 4 കോടി രൂപയോളം വിപണി മൂല്യമുണ്ട്. അതുപോലെ തന്നെ 979 കിലോ കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് 9,941 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ശരാശരി ഒരു ദിവസം 127 പേരെയാണ് ഈ ലഹരി വിരുദ്ധ സ്ക്വാഡ് തൂഫാൻ പദ്ധതിയുടെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്ത് കേസെടുക്കേണ്ടി വന്നിട്ടുള്ളത്. ദൗർഭാഗ്യവശാൽ 9,941 പേരെ പാർപ്പിക്കുവാനുള്ള ശേഷി നമ്മുടെ നിലവിലുള്ള ജയിൽ സംവിധാനത്തിന് ഇല്ല എന്ന് തന്നെ പറയാം. നമ്മുടെ 58ഓളം ജയിലുകളിലായിട്ട് 7,877 പേരെ മാത്രമേ പാർപ്പിക്കുവാനുള്ള സൗകര്യമുള്ളൂ. അതും ഇതിൻ്റെ കൂടെയാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് വേണ്ടി വന്നിരിക്കുന്ന ഏകദേശം 10,000ഓളം പേരുടെ അറസ്റ്റ്. ഇതൊക്കെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ജയിലുകളിൽ നിറഞ്ഞു കവിയുന്നൊരവസ്ഥ. നമ്മുടെ ജയിലിൽ അക്കോമഡേറ്റ് ചെയ്യിക്കാൻ പറ്റാത്ത വിധം ആണ് ഇതിൻ്റെ വ്യാപ്തി. ഈ കുറ്റവാളികളുടെ വ്യാപ്തി എന്ന് പറയുന്നത് നമ്മളെയൊക്കെ ഞെട്ടിക്കുന്നൊരു പരമാർത്ഥം തന്നെയാണ്. പലപ്പോഴും തമാശയായിട്ട് പറഞ്ഞു കേൾക്കാറ്, തമാശയാണെന്ന് ഓർക്കണം, സത്യമല്ല. ഈ പോലീസുകാർ പ്രതികളെ ഇങ്ങനെ തൂഫാൻ കേസിലും കള്ളാവ് കഞ്ചാവ് ഒക്കെ ഉള്ള അടിച്ച് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ പിടിക്കും, പൊതുജനങ്ങളുടെ മുമ്പാകെയൊക്കെ പിടിച്ച് കാണിച്ചൊക്കെ കൊണ്ടുപോകും. പക്ഷേ അവിടെ കൊണ്ടുപോയി സ്ഥലം നിറയ്ക്കാനുള്ള സ്ഥല സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇവർ വഴിയെ 2 പേടയൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുന്നതാണ് പറഞ്ഞ് തമാശയായിട്ട് പറഞ്ഞു കേൾക്കുന്നത്. കാരണം ആ തമാശ പറഞ്ഞാൽ പോലും അത്രമേൽ ബീഭത്സമാണ് നമ്മുടെ ജയിലിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ കഞ്ചാവ് ഇതേപോലെ രാസലഹരിയുമായിട്ട് പിടിക്കാൻ പോകുന്ന പോലീസ് ഓഫീസേഴ്സിൻ്റെ അവസ്ഥ അതീവ പരിതാപകരമാണ്. ഇവർ മതിയായ സുരക്ഷാ സൗകര്യങ്ങൾ പലപ്പോഴും അവർക്ക് കൈക്കൊള്ളാൻ സാധിക്കാതെ വരാറുണ്ട്. കാരണം പെട്ടെന്നുണ്ടാകുന്ന ഓരോ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഈ സ്വബുദ്ധിയിൽ നിൽക്കുന്നവരല്ല, അവർ ഏത് വിധേനയും ഈ പോലീസ് ഓഫീസേഴ്സിനെ ആക്രമിക്കാനും അവരെ വിധം ബ്ലേഡൊക്കെ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പലപ്പോഴും ബലം പ്രയോഗിക്കേണ്ടി വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ പോലീസ് ഓഫീസേഴ്സിന്, അവരും മനുഷ്യരാണ്, കുടുംബമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ കുടുംബത്തിന് സംരക്ഷണാർത്ഥമാണ് അവർ ഈ ജോലി പോലീസ് ഉദ്യോഗത്തിനായിട്ട് വരുന്നത്. അപ്പോൾ അവരുടെ കുടുംബത്തിന് ഉണ്ടായേക്കാവുന്ന വിധം ഒരു അറ്റാക്കൊക്കെയാണ് ഈ പറഞ്ഞ പോലെയുള്ള ലഹരി പ്രതികളിൽ നിന്ന് മേക്കേണ്ടി വരുന്നത്. അത് വളരെ പരിതാപകരവും വളരെ ഗൗരവം അറിയിക്കുന്നൊരു കാര്യമാണ്. അപ്പം ഈ ഓപ്പറേഷൻ തുഫാൻ്റെ ഭാഗമായിട്ട് ഈ കുറ്റവാളികൾ പിടിക്കപ്പെടണം. അത് വളരെ സർക്കാർ ശ്ലാഘനീയമായിട്ടുള്ള എത്ര കണ്ട് ആ ഒരു പദ്ധതിയെ പ്രകീർത്തിച്ചാലും മതിയാവാത്ര വലിയൊരു ബൃഹത്തായ ഒരു സംഭവമാണ് എന്നുള്ളതാണ് ഈ ഞാൻ പറയാൻ പോകുന്ന വസ്തുതകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ഒരിക്കൽ ഒരു സദസ്സിനെ അഭിമുഖീകരിച്ച് പറഞ്ഞത്, ഈ ലഹരി മാഫിയകളെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കാത്ത വിധം അത് അഗാധമായി നമ്മുടെ സമൂഹത്തിൽ വേരോടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്നോർക്കുക, ഒരു സർക്കാർ സംവിധാനം തീർത്തും ലഹരി മാഫിയെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കില്ല എന്ന്
അവരുടെ ആ ഒരു പരിമിതികൾ പറയുന്നുവെങ്കിൽ അത്രമേൽ ബീഭത്സമായിട്ട് ഈ ലഹരി മാഫിയ ഇവിടെ അടിവേരുറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എത്രമാത്രം വ്യാപ്തമാണ് അവരുടെ, എത്രമാത്രം വിശാലമാണ് ഈ ലഹരി മാഫിയയുടെ ഈ കരാള ദംഷ്ടങ്ങൾ എന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ആ വേരുകൾ അറുത്ത് മാറ്റിയേ പറ്റൂ. നമുക്കറിയാം 50,000 കോടി ഡോളറാണ് ആഗോളതലത്തിൽ ഈ ലഹരി മാഫിയയുടെ വിറ്റുവരവ് എന്ന് പറയുന്നത്. അത്രമാത്രം. അതായത് കോവിഡിന് മുമ്പ് ഇതിൻ്റെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര കച്ചവടം എന്ന് പറയുന്നത് പെട്രോളിയവും ഈ പറഞ്ഞ ആയുധക്കച്ചവടവും ഒക്കെ ആയിരുന്നുവെങ്കിൽ കോവിഡാനന്തര ലോകത്ത് ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിപണി എന്ന് പറയുന്നത് ഈ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഒക്കെ ഈ ലഹരിയുടെ ബിസിനസ്സാണ്. ഏറ്റവും വലുതാണ്. 50,000 കോടി ഡോളറാണ് ഈ ലഹരി മാഫിയയുടെ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. അത്രമാത്രം ബീഭത്സവും ഭയാനകവുമായിട്ടാണ് ലഹരി മാഫിയ എല്ലാ രാജ്യങ്ങളിലുമായിട്ട്, പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലാണ് ഇതിൻ്റെ അടിവേര് ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത്. കാരണം ഇന്ത്യയുടെ യുവസമൂഹത്തെ വളർന്നു വരുന്ന ഒരുപാട് പൊട്ടൻഷ്യാലിറ്റീസ് ഉള്ള, ഒരുപാട് വൈജ്ഞാനിക ശേഷിയുള്ള, ഒരുപാട് ലോജിക്കൽ അപഗ്രഥന ശേഷിയുള്ള മസ്തിഷ്ക ശേഷി എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ യുവസമൂഹത്തിൻ്റെതാണ്. ഈ യുവസമൂഹം ഭാവിയിൽ വളർന്നു വരരുത് എന്നുള്ള ദീർഘവീക്ഷണത്തോടു കൂടി തന്നെയാണ് ഈ ഒരു അന്താരാഷ്ട്ര ലഹരി മാഫിയ ഇന്ത്യയെ നശിപ്പിക്കാൻ, നമ്മുടെ രാജ്യത്തെ വളരെയധികം എളുപ്പത്തിൽ നശിപ്പിക്കാൻ സാധിക്കുന്നത് ഈ ലഹരി വ്യാപനത്തിലൂടെയാണ്. ഈ ഇന്ത്യൻ യുവസമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി അവരെ പൂർണ്ണമായിട്ട് ലഹരിക്കടിമപ്പെടുത്തി കുറ്റവാളിവൽക്കരിച്ച് എന്നേക്കുമായിട്ട് കാരാഗൃഹത്തിൽ തടയ്ക്കപ്പെട്ട് അവരുടെ വൈജ്ഞാനിക ശേഷിയെ ഇല്ലാതാക്കുവാൻ ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര സംഘടനകളുടെ നീക്കം തന്നെയാണ് ഇത്രമേൽ ലഹരി ഇന്ത്യയിലേക്ക് കടന്നു വരാനുള്ള കാരണമായിട്ട് ഇത് ചില പഠനങ്ങൾ പറയുന്നത്. പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും, ഏതൊരു രാജ്യത്തിൻ്റെയും ഏതൊരു ഭരണ സംവിധാനത്തിൻ്റെയും ഈ ആഭ്യന്തര റവന്യൂ വരുമാനത്തിൻ്റെ പ്രധാന സ്രോതസ്സ് എന്ന് പറയുന്നത് മദ്യത്തിൽ നിന്നും അതുപോലെ ലഹരി വസ്തുക്കളിൽ നിന്നുള്ള നികുതി തന്നെയാണ് എന്നുള്ളത് അസന്നിഗ്ധമായി തന്നെ പറയാൻ സാധിക്കുന്നു. ഒരു രാജ്യം നിലനിന്ന് പോകുന്നത് തന്നെ മദ്യത്തിൻ്റെ മേലുള്ള ഒരു നികുതിയെ ആശ്രയിച്ചു കൊണ്ടാണ്. അതുകൊണ്ട് മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് ഏറ്റവും നല്ലത് എന്നുള്ളൊരു സ്ലോഗനാണ് ഇപ്പോൾ ഉയർത്തി കാണിക്കുന്നത് സർക്കാർ. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റിയുള്ള ബോധവൽക്കരണം ഒരു വഴി നടക്കുന്നുണ്ട്. ഏകദേശം കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ മദ്യത്തിൽ നിന്നുള്ള വരുമാനം എന്ന് പറയുന്നത് 19,561 കോടി രൂപയാണ്. ഇതിൻ്റെ നികുതിയായിട്ട് ടാക്സ് ഇനത്തിൽ ലഭിച്ചിരിക്കുന്നത് 14,821 കോടി രൂപയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 42,000 കോടി രൂപയൊക്കെയാണ് ഇതിൻ്റെ ടാക്സ് ഇനത്തിൽ വരുമാനം, ഒരു ആഭ്യന്തര വരുമാനം എന്നൊക്കെ പറയുന്നത് ഏകദേശം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു സർക്കാരിനെ സാമ്പത്തിക വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന ഒരു സംവിധാനം തന്നെയാണ് ഈ മദ്യത്തിൽ നിന്നുള്ള വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ലഹരിയുടെ പഴക്കം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 7000 BC പിന്നിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അന്ന് മുതൽക്ക് മദ്യം, അതായത് ആൽക്കഹോളിക് സേവ നമ്മുടെ പൂർവികർക്ക് ഉള്ളതായിട്ട് പല ഫോസിൽ തെളിവുകളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 4000 BC പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അന്ന് കാലത്ത് കറുപ്പ് ഉപയോഗിച്ചതായിട്ട് നമുക്ക് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2000 BC മുമ്പ് ഈ കഞ്ചാവ് ഒക്കെ ഉപയോഗിച്ചായിട്ട് നമുക്ക് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലഹരിയുടെ
പശ്ചാത്തലം, പഴയ ഒരു പശ്ചാത്തലത്തിലേക്ക് നമുക്ക് ഇത്രയും പഴക്കം തുടങ്ങിയ ഈ ശിവമൂലിയും സോമരസവും ഒക്കെ ഒഴുകിയിരുന്ന, അതിൻ്റെ ആലസ്യത്തിലും ലഹരിയിലും മുങ്ങിക്കുളിച്ചിരുന്ന ഒരു പൂർവ്വകാല ജനതയെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇന്നലെ തുടങ്ങിയതല്ല. പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ രൂപം മാറി. ഇപ്പോൾ അതിൻ്റെ രാസലഹരികൾ, സിന്തറ്റിക് ഡ്രഗ്സ് ഒരു പ്രത്യേക രൂപത്തിലും പ്രത്യേക ഭാവത്തിലും ഏറ്റവും ഭീകരമായിട്ട് അത് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. പല മദ്യമൊക്കെ ഉപയോഗിക്കുമ്പോൾ അതീവ സ്മെല്ലുണ്ടാവും. ഇത് MDMA പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള സ്മെല്ലോ രൂക്ഷമായ ഒരു അവസ്ഥയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് അത് കുറേ കൂടി സുരക്ഷിതമായിട്ട് ആളുകൾ അറിയാതെ സുരക്ഷിതമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നതും ഉപയോഗിക്കപ്പെടുന്നതും. ഇപ്പോൾ പത്രമാധ്യമങ്ങളെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു സാർവത്രികമായ ഒരു വാർത്തയുണ്ട്. നമ്മുടെ മലയാള മനസാക്ഷിയെ നടുക്കുന്ന ചില വാർത്തകൾ വരുന്നുണ്ട്. അത് ഏകദേശം ഒരു 13 മുതൽ 30 വയസ്സിനിടയ്ക്കുള്ള നമ്മുടെ ചെറുപ്പക്കാർ കുട്ടികൾ കാട്ടിക്കൂട്ടുന്ന കൊലപാതകങ്ങളൊക്കെയാണ്. അവർ കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങൾ, അവർ കാട്ടിക്കൂട്ടുന്ന ആത്മഹത്യകൾ, ഇതെല്ലാം കൊണ്ട് നിറയുകയാണ് ഇന്നത്തെ മാധ്യമ വാർത്തകളെല്ലാം. നല്ലൊരു വിഭാഗവും കഴിഞ്ഞ വർഷം തന്നെ നോക്കിക്കഴിഞ്ഞാൽ 330 പേരാണ് ഈ കൊലപാതക കേസിലെ പ്രതികളിൽ ലഹരിക്കടിമപ്പെട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ കൊല്ലം ഏപ്രിൽ 30 വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള 80 പേരാണ്. അതായത് ഇവർ ലഹരിക്ക് അടിമപ്പെട്ട് സ്വന്തം പ്രജ്ഞ മരവിച്ച ഒരു മനുഷ്യക്കോലങ്ങളായിട്ട് ബുദ്ധിയും വിവേകവും എല്ലാം നശിച്ച ഒരു ചെറുപ്പക്കാർ കുട്ടികൾ കാട്ടിക്കൂട്ടുന്ന കൊലപാതകങ്ങൾ, അക്രമങ്ങൾ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഓരോ ഭവനങ്ങളിലും കുട്ടികൾ ഇതുപോലെ ലഹരിക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നൊരു വലിയൊരു പ്രതിസന്ധി നമുക്കുണ്ടായേനെ. ഒരു കുട്ടി, ആരെങ്കിലും ഒരാൾ നമ്മുടെ വീട്ടിൽ ഈ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആ കുടുംബത്തിന്, സമൂഹത്തെ അങ്ങേയറ്റം അപമാനം തന്നെയാണെന്നുള്ളതാണ്. നമുക്ക് രാജ്യം നന്നാക്കാൻ സാധിക്കില്ല, നമുക്ക് നമ്മുടെ പ്രദേശം പഞ്ചായത്ത് പോലും നന്നാക്കാൻ സാധിക്കില്ല, നമ്മുടെ നാട് നന്നാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല, നമ്മുടെ കുടുംബം നന്നാക്കാൻ നമ്മളെ കൊണ്ട് ഒരു പരിധി വരെ സാധിക്കുള്ളൂ. മിനിമം നമ്മളെങ്കിലും നന്നാക്കാൻ ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഈ ബോധവൽക്കരണം മുഴുവനും സർക്കാർ തലത്തിൽ നടത്തപ്പെടുന്നത്. ഒരു ലഹരിയുടെ ആദ്യത്തെ മോളിക്യൂൾ, തന്മാത്ര നമ്മുടെ ശരീരത്തിൽ അകപ്പെടാതെ, ഒരു ലഹരിയുടെയും തന്മാത്ര, ഒരൊറ്റ തന്മാത്ര പോലും നമ്മുടെ ശരീരത്തിൽ അകപ്പെടാതെ കാത്തു സൂക്ഷിക്കാനുള്ള വേണ്ടിയിട്ടുള്ള പ്രതിജ്ഞാബദ്ധരായിരിക്കണം നമ്മളുടെ ഓരോ സമൂഹവും ഓരോരുത്തരും എന്ന് പറയുന്നത്. അത്രമേൽ ഭീകരമാണ് ഇതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ ലഹരി എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇന്ന് വരെ. കഞ്ചാവോ മദ്യമോ സിഗരറ്റോ ഒന്നും തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എന്തിനാണ് നമ്മുടെ തലച്ചോറിൽ ഇതൊക്കെ സ്വീകരണികൾ വളരെ പവർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു പ്രത്യേക ഒരു അവസ്ഥയിലാണ് നമ്മളെല്ലാം ഓരോ ആളുകൾ ഇത് ഉപയോഗിച്ച് പോകുന്നത്. ചിലപ്പോൾ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ കൂട്ടുകെട്ടിലകപ്പെട്ടിട്ടായിരിക്കാം, ചിലപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു പ്രത്യേക ഒരു സമ്മർദ്ദം, ഒരു പരീക്ഷയുടെ സമ്മർദ്ദം കൊണ്ടോ, അല്ലെങ്കിൽ അധ്യാപകരിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടോ, അല്ലെങ്കിൽ തൊഴിലില്ലായ്മയുടെ സമ്മർദ്ദം കൊണ്ടോ, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മനോവിഷമത്തിലോ, അതും അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഞാൻ വലിയ ആണാണ് എന്ന് ഭാവിക്കാനോ, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന കൂട്ടുകാരിൽ താൻ ഒറ്റപ്പെട്ടു പോകും ഇതുപയോഗിച്ചില്ലെങ്കിൽ എന്നുള്ള തോന്നൽ കൊണ്ടാകുമോ, അതും അല്ലെങ്കിൽ ആരെങ്കിലും അറിയാതെ
ഇത് ദിവൻ്റെ നാവിൽ അത് പിടിപ്പിച്ചുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടോ എങ്ങനെയോ ആണ് ഇപ്പോഴത്തെ കുട്ടികൾ നല്ലൊരു വിഭാഗവും ഏതാണ്ട് ഒരു 60% കോളേജ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇത് ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ലഹരി ഉപയോഗിക്കുന്നതായിട്ടാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ഇത് മനുഷ്യരും സുഖകാംക്ഷികളാണ്. മനുഷ്യൻ്റെ അടിസ്ഥാന പ്രകൃതം തന്നെ ഈ സന്തോഷത്തിന് വേണ്ടി സുഖം കിട്ടുക, സുഖമായിരിക്കുക, സുഖത്തോടെ ഇരിക്കുക, സുഖമാണ് അവൻ്റെ അടിസ്ഥാന ചോദന തന്നെ. ഈ സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരാൾ മദ്യപിക്കുന്നതും, ഒരാൾ സിഗരറ്റ് വലിക്കുന്നതും, ഒരാൾ ഈ പറഞ്ഞ പോലെയുള്ള രാസലഹരികൾ ഉപയോഗിക്കുന്നതും. ഈ സുഖത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഡോപ്പമിനാണ്. ഡോപ്പമിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററാണ് നമുക്ക് സുഖം പ്രദാനം ചെയ്യുന്നത്. സെറട്ടോൺ ഒരു പ്രത്യേക സുഖ അവസ്ഥ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം ഡോപ്പമിനാണ്. ഡോപ്പമിൻ എന്ന രാസ പദാർത്ഥമാണ് നമുക്ക് സുഖം പ്രദാനം ചെയ്യുന്നത്. ലഹരി ഉപയോഗിക്കുമ്പോൾ ഡോപ്പമിൻ എന്ന രാസപദാർത്ഥം അഥവാ ഹോർമോൺ ബ്രെയിനിലെ സബ്സ്റ്റാൻഷ്യ നിഗ്ര എന്ന സ്ഥലത്ത് നിന്നും പ്രവഹിച്ച് ലിംബിക് സിസ്റ്റത്തിലേക്ക് കടന്നു ചെല്ലുന്നു. ഇവിടെയാണ് വികാരങ്ങൾ നമ്മളെ നിയന്ത്രിക്കപ്പെടുന്നത്. ലിംബിക് സിസ്റ്റമാണ് തലച്ചോറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അവിടെയാണ് നമ്മുടെ ഒരു വികാരങ്ങളെല്ലാം നമ്മുടെ നിയന്ത്രിക്കപ്പെടുന്ന ഒരു കേന്ദ്രഭാഗത്തേക്ക് എത്തുന്നു. അപ്പോൾ ഈ വികാരങ്ങളെയെല്ലാം ഒരു പ്രത്യേക തരത്തിൽ താളം തെറ്റിക്കും. അതിൻ്റെ ഉൽപ്പാദനത്തിൽ ഈ ഡോപ്പമിൻ അതിൻ്റെ താളം തെറ്റിക്കും. ഒപ്പം തന്നെ ഇവിടെ നിന്ന് ലിംബിക് സിസ്റ്റത്തിൽ നിന്ന് ഈ സാധനം നേരെ വെൻട്രാട്രാക്ട് ഏരിയയിൽ നിന്നും ന്യൂക്ലിയർ അക്കംബൻസിലേക്ക് ഈ ഡോപ്പമിൻ ഒഴുകിയെത്തുന്നൊരു അവസ്ഥയാണ് നമുക്ക് സുഖം എന്ന് പറയുന്നത്. സബ്സ്റ്റാൻഷ്യ നിഗ്രയിൽ നിന്നും സെക്രറ്റ് ചെയ്യപ്പെടുന്ന ഈ ഡോപ്പമിൻ എന്ന ഹോർമോൺ ന്യൂക്ലിയർ അക്കംബൻസിലേക്ക് ഗ്രാജുവലായിട്ട് ഒഴുകിയെത്തി അവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് സുഖാനുഭൂതി ഉണ്ടാകുന്നത്. ശരിക്കും ഒരു പത്രം, നല്ലൊരു നോവൽ വായിക്കുമ്പോഴോ, അല്ലെങ്കിൽ നമ്മളൊരു കവിത വായിക്കുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ ഈ സിനിമ കാണുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കുടുംബത്തോടൊപ്പം ഇരുന്ന് സമയം ചെലവഴിക്കുമ്പോഴോ ഒക്കെ നമ്മളൊരു കവിത, നല്ല ഭംഗിയിലൊരു പ്രസംഗം നമ്മൾ നടത്തുമ്പോഴോ, അല്ലെങ്കിൽ ഇതൊക്കെ ഈ സമയത്തൊക്കെ നമ്മുടെ ഈ സബ്സ്റ്റാൻഷ്യ നിഗ്രയിൽ നിന്ന് ഹോർമോൺ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ എത്തി ന്യൂക്ലിയർ കമ്പൻസിലേക്ക് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ വന്ന് ഇങ്ങനെ ഡോപ്പമിൻ ഇങ്ങനെ ഒഴുകുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. നമ്മുടെ കൈകളൊക്കെ അലക്കാനും, നമ്മുടെ കാലുകൾ, നമ്മുടെ ശരീരം പേശികൾക്കൊക്കെ ഇത് കിട്ടാനും, നമ്മളൊക്കെ നടക്കാനും ഒക്കെ കാരണം ഈ ഡോപ്പമിൻ എന്ന ഹോർമോണാണ്. അതൊരു ഹാപ്പി ഹോർമോണാണ്. മനുഷ്യന് സന്തോഷം, സാധാരണമായ സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു ഹോർമോണാണ്. ഇതാണ് ഈ രാസലഹരിയിലൂടെ ബൂസ്റ്റപ്പ് ചെയ്യുന്നത്. നമുക്ക് ഈ ഡോപ്പമിൻ്റെ ഉൽപ്പാദനം ഒരു ഗ്ലാസിൻ്റെ ക്വാണ്ടിറ്റിയിലേക്ക് കൊണ്ടുവരാമെങ്കിൽ ഒരു ഏകദേശ കണക്ക് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു കഥ ഒക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഹോർമോൺ ഒരു 50 ഗ്ലാസ് ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് കണക്കാക്കുക ഒരു അസംഷനാണ്. പക്ഷെ അത് സിഗരറ്റ് വലിക്കുമ്പോൾ ഇത് ഒരു 500 മാറുന്നു. പക്ഷെ മദ്യം തരുന്നത് 1000 ഗ്ലാസ് ഡോപ്പമിൻ്റെ അത്ര കൊണ്ട് ക്വാണ്ടിറ്റി കയറിപ്പോവും. പക്ഷേ ഈ രാസലഹരി ഉപയോഗിക്കുമ്പോൾ അത് ഈ 1000 എന്നുള്ളത് ലക്ഷങ്ങളിലേക്കായിട്ട് മാറും. ഒരു ഡാം പൊട്ടി വരുന്ന പോലെയാണ് ഈ സിന്തറ്റിക് ലഹരികൾ ഉണ്ടാക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത്. ഈ ഹോർമോൺ നമ്മുടെ മസ്തിഷ്കത്തിൽ അപാര ക്വാണ്ടിറ്റി ആയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഹോർമോൺ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാക്കുന്ന ആഘാതം ചില്ലറയൊന്നുമല്ല. തലച്ചോറിൻ്റെ കോശങ്ങൾ ഇത് ഒരുപാട് വരുന്നതിനനുസരിച്ച് നമ്മുടെ തലച്ചോറിൻ്റെ കോശങ്ങൾ അത് നശിപ്പിക്കുന്നൊരു പ്രത്യേകത ഉണ്ട് അതിന്. അപ്പോൾ നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ നശിച്ചാൽ ഈ ഡോപ്പമിൻ്റെ ആധിക്യം കൊണ്ട് ഒരു പൊടിക്കൊക്കെ വെച്ചിട്ടൊക്കെ ഉൽപ്പാദിപ്പിച്ച് ആനന്ദം കണ്ടെത്തുകയൊക്കെയാണ് നമ്മൾ സാധാരണ നമ്മുടെ അന്തരീക്ഷത്തിൽ ചെയ്യുന്നത്. പക്ഷേ
അനിതര സാധാരണമായിട്ട് ക്വാണ്ടിറ്റി ഉത്പാദിപ്പിച്ച് ഈ രാസലഹരിയിലൂടെയൊക്കെ ആനന്ദം കണ്ടെത്തുന്ന പ്രവണത ഉണ്ടായാൽ ഈ തലയിലെ കോശങ്ങൾ വളരെ എളുപ്പം നശിക്കാനിട വരും. അതിന് ശക്തമായ തകരാറുകൾ സംഭവിക്കും. ഈ മസ്തിഷ്ക കോശങ്ങൾ ഒരിക്കൽ നശിച്ചാൽ ഒരു കാരണവശാലും അവയെ പുനർജീവിപ്പിച്ചോ അതിൻ്റെ ആരോഗ്യകരമായ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്, സാധിക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ബ്രെയിനിലെ ലിംബിക് സിസ്റ്റം, സുഷുമ്ന നാഡി, സെറിബൽ കോർട്ടെക്സ്, ബേസൽ ഗാംഗ്ലിയ, ഫ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്നിവയിലെ കോശങ്ങൾക്കൊക്കെ നാശം സംഭവിക്കുമെങ്കിൽ വളരെയധികം പെരുമാറ്റ വൈകല്യങ്ങൾ ആ വ്യക്തിക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് ബോധപൂർവമായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു ധർമ്മമാണ്. നമ്മുടെ ചിന്തകളെ, നമ്മുടെ ബുദ്ധിയെ ഇതെല്ലാം ഉണ്ടാക്കുന്ന ഒരു കേന്ദ്രമാണ് നമ്മുടെ റീസണിങ് എബിലിറ്റി. ഇതൊക്കെയാണ് ഈ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ മൃഗങ്ങൾക്ക് ഈ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ഇല്ല. മനുഷ്യന് മാത്രമാണ്, മനുഷ്യനാക്കിയത് ഈ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. ജനിച്ച് വീഴുന്ന കുട്ടികൾക്ക് അത് വളരെ അധികം വളരെ സ്ലോയില് ഇത് വികാസം പ്രാപിച്ച് ഏകദേശം ഒരു 26ഓളം വയസ്സെടുക്കും ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിൽ ഇത് വളർച്ച പ്രാപിച്ചെത്തണമെങ്കിൽ. അതായത് നമ്മൾ മനുഷ്യൻ മൃഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന ഒരു 3-4 സെൻറ്റിമീറ്റർ വലുപ്പമുള്ള ഈ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിൻ്റെ ഈ ഏരിയയിലേക്കാണ് കുട്ടികൾ ഈ രാസലഹരി ഉപയോഗിച്ച് ഇതിലെ കോശങ്ങളെയാണ് തകർക്കുന്നതെന്ന് ഓർക്കുമ്പോൾ എത്ര പരിതാപകരമായ അവസ്ഥയാണെന്നുള്ളതാണ്. മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോകാനും ചൊവ്വയിലേക്ക് റോക്കറ്റ് വിടാനുമൊക്കെ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിന് ശേഷി നൽകിയത് ഈ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. ഇത് വളർന്ന് പക്വതയാർജിച്ച് വരുന്ന ഘട്ടത്തിൽ കുട്ടികൾ രാസലഹരി ഉപയോഗിക്കുന്നുവെങ്കിൽ അത് ഈ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിൻ്റെ കോശങ്ങളെ നശിപ്പിക്കുകയും അവരുടെ ചിന്താശേഷിയെയും അവരുടെ റീസണിങ് എബിലിറ്റിയെയും അവരുടെ ഈ സ്വബോധത്തോടെ പെരുമാറാനുള്ള കഴിവിനെയും അവൻ്റെ സംസ്കാരത്തെയും അവൻ്റെ ചിന്തയെയും എല്ലാം ഇല്ലായ്മ ചെയ്യുന്ന, ആ കോശങ്ങൾ നശിച്ച് അത് ഇല്ലായ്മ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് സാധാരണ ഈ രാസലഹരികൾ കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പല രാജ്യങ്ങളിലുമൊക്കെ ചെറിയ കുട്ടികൾക്കൊന്നും രാസലഹരികൾ വിൽക്കുകയോ ഒന്നും ചെയ്യില്ല. അത് ഇത്രയും പ്രായമുണ്ട്, അതിന് 10-25 വയസ്സിന് ശേഷമുള്ള ആളുകൾക്ക് മാത്രമേ ഈ ലഹരി മദ്യം പോലെയുള്ള സാധനങ്ങൾ വിൽപ്പന ചെയ്യുള്ളൂ എന്നുള്ള പല രാജ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഈ രാസലഹരിക്ക് അടിമപ്പെട്ട ഈ ഒരു പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനെ നശിച്ചു പോകുന്ന ഒരു ഘട്ടത്തിൽ വരുന്ന ആളുകൾക്ക്, കുട്ടികൾക്ക് ഒരു പ്രധാന വൈകല്യമായിട്ട് വരുന്നത് ചുറ്റുപാടുമുള്ള അവർ കാണുന്ന ആളുകൾ അവരെ വരുന്നതായിട്ട് അവർക്കൊരു ഫീലുണ്ടാവും. പക്ഷെ ആ ഫീല് അവരെ തന്നെ പ്രതിരോധിക്കുന്ന രൂപത്തിൽ അവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അതായത് ചുറ്റുപാടുമുള്ള ആളുകൾ തങ്ങൾ ഉപദ്രവിക്കാൻ വരുന്നു എന്ന മസ്തിഷ്ക പ്രവണത അവരെ തെറ്റായിട്ട് പ്രവർത്തിക്കുന്ന വേളയിൽ തന്നെ അവരെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പിന്നെത്തുന്നത്. ഇതാണ് സാധാരണയായിട്ട് കുട്ടികൾ ചെയ്യുന്ന സാമൂഹ്യദ്രോഹ പ്രവൃത്തികളിൽ ഒരു പ്രധാന ഒരു വശം എന്ന് പറയുന്നതാണ്. അതായത് അവരാക്രമിക്കുന്നു, അവർ അങ്ങോട്ട് നേരിട്ട് ചെന്ന നിരപരാധി ആളുകൾ തങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്നുള്ള ഒരു തെറ്റായ ബോധം തലച്ചോറിൽ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ചെന്ന് ആക്രമിക്കുകയാണ് ചെയ്യുക. ഇതാണ് കുട്ടികൾ ഇത്രമേൽ അക്രമോത്സുകരായിട്ട് ഈ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പെരുമാറുന്ന, വീടുകളിൽ ഇവർ ആപൽക്കരമായിട്ട് പ്രവർത്തിക്കുന്നതൊക്കെ അതുകൊണ്ട് ഇത്തരം കുട്ടികളിൽ നിന്ന് ഒരിക്കൽ രാസലഹരി, ഒരു ലഹരി തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സുഖകരമായിരിക്കുന്ന ഒരു ടെൻഡൻസി തലച്ചോറിനുണ്ട്. നമ്മളിപ്പോൾ കുറുക്ക് വഴി അന്വേഷിക്കുന്നതും നമ്മൾ സുഖകരമായിട്ടും തലച്ചോറിൻ്റെ സ്വഭാവമാണത്. അധികം എനർജി എടുത്ത് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലൊക്കെ തലച്ചോറ് അലസ പ്രകൃത കാണിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറുക്ക് വഴികൾ എന്നൊക്കെ പറയുന്നത്
വളഞ്ഞു പോകേണ്ടതിന് പകരം നേരെ ഒരു കുറുക്ക് വഴിയൊക്കെയാണ് നമ്മൾ തലച്ചോറ് സ്വീകരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. ആ തലച്ചോറ് സുഖകരമായിട്ടിരിക്കാനുള്ള ഒരു പ്രത്യേകതയുണ്ട്. പക്ഷേ ഈ ഡോപ്പമിൻ അധികം ഒരു തവണ നമ്മുടെ രാസലഹരി നമ്മുടെ തലച്ചോറിനെ അനുഭവിപ്പിച്ച് ശീലിപ്പിച്ചാൽ അതിൻ്റെ വീണ്ടും അത് ലഭിക്കുവാനുള്ളൊരു പ്രവണത തലച്ചോറ് കാണിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ രാസലഹരി ഇവർ MDMA കഴിക്കുന്നൊരു സമയത്താണെങ്കിൽ പെട്ടെന്നൊരു നമ്മുടെ ഡാൻസ് കളിക്കുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് അത് കളിക്കുവാനുള്ളൊരു പ്രവണത ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ ഓടാവുന്ന ഒരു അത്ലറ്റിക് ആണെങ്കിൽ ഹൈ സ്പീഡിൽ ഓടാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. ഉറക്കം വിളിക്കേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ, ഉറക്കം ഒളിച്ച് ജോലി ചെയ്യേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ഉറങ്ങാതിരിക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അതുപോലെ തന്നെ നമുക്കൊരു ഊർജം, പെട്ടെന്നൊരു എനർജി നമുക്ക് കിട്ടുന്ന പോലെ തോന്നും. പക്ഷേ 24 മണിക്കൂർ ചില രാസലഹരികൾക്ക് 48 മണിക്കൂർ വരെയാണ് അതിൻ്റെ സമയം പറയുന്നത്. ഈ 48 മണിക്കൂർ കഴിഞ്ഞാൽ ശരീരം അതിൻ്റേതായിട്ടുള്ള വിഡ്രോവൽ സിംറ്റം കാണിച്ചു തുടങ്ങും. ഇത് ആ വ്യക്തിക്ക് അസഹനീയമായ ബുദ്ധിമുട്ടുണ്ടാക്കും. അത് വല്ലാത്തൊരു ഉള്ളിൽ നിന്നുള്ളൊരു അസ്വസ്ഥതയും പറഞ്ഞ പോലെ തലവേദനയും ഈ പറഞ്ഞ വല്ലാതൊരു ബുദ്ധിമുട്ടുകൾ, പല ഹൃദയ നമ്മുടെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ അവന് വിഡ്രോവൽ സിൻഡ്രോം, പല രാസലഹരിക്കും പല വിഡ്രോവൽ സിൻഡ്രോംസാണ്. അപ്പം അവൻ്റെ ശരീരം പെട്ടെന്ന് തന്നെ എനർജി ഡൗൺ ആയിട്ട് പോകുന്നൊരവസ്ഥയിലേക്ക് വീണ്ടും തലച്ചോറ് ഈ രാസലഹരി എടുക്കാൻ അവനെ പ്രേരിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിക്കുന്നുള്ളതാണ്. അതാണ് ഒരു തവണ ഈ ലഹരി ഉപയോഗിച്ചാൽ, ഇപ്പം നമുക്കറിയാം, ഒരു കുട്ടി പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ കുട്ടി സ്ഥിരമായിട്ട് ആദ്യത്തെ ഒരു പ്രാവശ്യം മിഠായിയിൽ ചൂയിങ്കത്തെ പൊതിഞ്ഞ് ഈ ലഹരി കൊടുത്തു. പിന്നീട് 48 മണിക്കൂറിന് ശേഷം ഈ കുട്ടിയുടെ ഈ വിഡ്രോവൽ സിൻഡ്രോം ആ കുട്ടിയെ അസ്വസ്ഥമാക്കുകയും ആ കുട്ടിക്ക് താങ്ങാൻ പറ്റാത്താവുന്ന വിധം വന്നു കഴിഞ്ഞാൽ ഈ കുട്ടി നേരെ അയാളുടെ അടുത്തേക്ക് ഇതേ ചൂയിങ്കത്തിനായിട്ട് വീണ്ടും ചെല്ലുന്നൊരവസ്ഥയാണ്. അപ്പോൾ ആ ചൂയിങ്കം കിട്ടാൻ വേണ്ടി കുട്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും എന്തിനും ആ കുട്ടി തയ്യാറാവും. പണം കൊണ്ടു കൊടുക്കും, രക്ഷിതാക്കന്മാരെ പണം മോഷ്ടിച്ചെടുത്ത് കൊണ്ടു കൊടുക്കും, അല്ലെങ്കിൽ പണം എങ്ങനെയും ഉണ്ടാക്കാൻ ശ്രമിക്കും, തെറ്റായ മാർഗത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ലൈംഗികപരമായ കാര്യങ്ങൾക്ക് ചൂഷണം അവിടെ ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഈ കുട്ടി മറ്റൊരു കുട്ടിയെ കസ്റ്റമറാക്കി വിളിച്ചു കൊണ്ടുവരുന്ന ഒരു അവസ്ഥയിലേക്ക് അയാൾ നിർദ്ദേശിക്കുന്ന എന്തു ഈ കുട്ടി ചെയ്തു പോകുന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തെ പ്രാവശ്യം ഈ ലഹരി ഈ കുട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടി പലതും കാട്ടിക്കൂട്ടും. അതാണ് ഈ ഒരു രാസലഹരിയുടെ പ്രത്യേകത. ഒരിക്കൽ മദ്യത്തിൻ്റെ കേസ് നമുക്കറിയാം. ഒരിക്കൽ നിശ്ചിത ഒരു പെഗ് കൊണ്ടാണ് അയാൾക്ക് കിക്ക് കിട്ടുന്നതെങ്കിൽ കുറേ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഏതാനും ദിവസം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പെഗ്ഗിലല്ല പിന്നെ ആ കിക്ക്, അത്രയും ക്വാണ്ടിറ്റി കിക്കാക്കി കിട്ടണമെങ്കിൽ 2 പെഗ് കഴിക്കണം. അപ്പോൾ ഇങ്ങനെ ഈ MDMA ആയാലും ഈ സ്റ്റാമ്പായാലും ഈ പറഞ്ഞ രാസലഹരി എന്തായാലും ആദ്യം കിട്ടുന്ന ക്വാണ്ടിറ്റിയേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റി കഴിക്കുവാൻ, കൂടുതൽ ക്വാണ്ടിറ്റി ഉപയോഗിക്കുവാൻ മസ്തിഷ്കം പ്രേരിപ്പിക്കുന്ന വിധം ഇവൻ ആ ലഹരിയിലേക്ക് അടിമപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. ഈ അടിമപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ വേറെ ഒന്നും ഇവൻ ചിന്തിക്കില്ല. ഇവൻ ചിന്തിക്കുന്നത് ഇവൻ്റെ ആ ലഹരിയുടെ ആ നിശ്ചിത സമയത്തിനുള്ളിൽ എങ്ങനെ ഇത് വീണ്ടും സംഘടിപ്പിക്കാം, എങ്ങനെ ഈ ലഹരി വീണ്ടും അടുത്ത തവണ ഇത് എവിടെ നിന്ന് കിട്ടും, ഇതൊരൊറ്റ ചിന്ത മാത്രമേ അവൻ അളത്തുള്ളൂ. ഈ ഒറ്റ ചിന്ത മാത്രം അവന്. അവിടെ ബന്ധങ്ങളില്ല, സാമൂഹ്യപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളില്ല, ഈ പറഞ്ഞ തൊഴിൽ സംബന്ധമായ ചുമതല അവൻ ഏൽക്കില്ല, ഈ പറഞ്ഞ പോലെ കുടുംബ ചിന്തകളൊക്കെ അവന് ആ സമയത്ത് തലച്ചോറ് പ്രോസസ് ചെയ്യാൻ അനുവദിക്കില്ല. അവൻ പൂർണ്ണമായും ഇതിന് അടിമപ്പെട്ട് അതിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലഹരി അടുത്ത നിമിഷം എവിടെ നിന്ന് കിട്ടും? അവൻ്റെ തലച്ചോറിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ട ലഹരി എവിടെ നിന്ന് കിട്ടും? ഈ ഒറ്റ ചിന്ത മാത്രമേ അവൻ 24 മണിക്കൂർ ഉണ്ടാവുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് അവൻ ആളുകളെ കൊലപ്പെടുത്തുവാനും രക്ഷിതാക്കന്മാരെ ഉപദ്രവിക്കുവാനും സമൂഹത്തിലേക്ക് ഇറങ്ങി മോഷ്ടിക്കുവാനും പോലീസുകാരെയൊക്കെ അടിക്കുന്നതായിട്ടൊക്കെ ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പോലീസുകാരൊക്കെ പാവം, അവർ കുടുംബം
പോറ്റാൻ വേണ്ടി ഈ ജോലിക്കായിട്ട് ഇറങ്ങി തിരിച്ച ആളുകൾ, അവരൊക്കെ ഇതിനൊക്കെ ഇത്തരം വൈതരണകളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് പരിതാപകരമായ അവസ്ഥ തന്നെയാണ്. പക്ഷേ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി മാത്രമേ ഇവരെ പിടിക്കാൻ പോകാവൂ. ഈ പറഞ്ഞ പോലെ വളരെയധികം കരുതൽ വേണം. ലഹരിക്കാരെ കീഴ്പ്പെടുത്തേണ്ടി വരുമ്പോൾ പല മനുഷ്യത്വ വിരുദ്ധമായ പല കാര്യങ്ങളും പോലീസുകാർക്ക് ഉപയോഗിക്കേണ്ടി വരും. പിടിച്ച് വലിച്ച് ചിലപ്പോൾ കയറുകൊണ്ടൊക്കെ കെട്ടേണ്ടി വരും. അതിൽ മനുഷ്യത്വ വിരുദ്ധമാണ്, മാനവിക വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് അവരെ പ്രതിരോധത്തിലാക്കുന്നതിന് കാര്യമില്ല. അപ്പോൾ ഈ ലഹരിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികളെ ഏത് വിധേന റിക്കവറി, അതിൻ്റെ ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് എത്തിച്ച് അവർ ആ വിഡ്രോവൽ സിൻഡ്രോം ലഘൂകരിച്ച് പ്രത്യേക ചികിത്സയിലൂടെയും പ്രത്യേക കൗൺസിലിങ്ങിലൂടെയും ആ വിഡ്രോവൽ സിൻഡ്രോം ലഘൂകരിച്ച്, ഇത് കിട്ടിയില്ലെങ്കിൽ അവൻ ആത്മഹത്യാ പ്രവണത കാണിച്ചു തുടങ്ങുന്നതാണ്. അത് ഇപ്പം തന്നെ പുതിയൊരു രോഗം ഇറങ്ങിയിട്ടുണ്ട്, നോമോഫോബിയ. മൊബൈൽ ഫോൺ അഡിക്ഷൻ ഇതുപോലെ അവൻ്റെ മസ്തിഷ്കത്തിൽ ഡോപ്പമൈൻ ഉണ്ടാക്കുന്ന, അവനെ ലഹരി പിടിപ്പിച്ച് അതിൻ്റെ ഭാഗമായിട്ട് ഈ മൊബൈൽ ഫോൺ മാറുന്ന ഒരു അവസ്ഥ. അതിൽ പബ്ജി ഗെയിമായിട്ട് മറ്റേ പല വലിയ വലിയ ഗെയിമുകളാവട്ടെ, ഇതെല്ലാം നിന്ന് പിന്മാറാൻ അവന് സാധിക്കാത്തൊരവസ്ഥയുണ്ടാകുന്നു. ഈ അവസ്ഥ അവനെ പല വിധത്തിൽ അവൻ്റെ ന്യൂറോ സംവിധാനം തകരാറിലാക്കും, അവൻ്റെ തലച്ചോറിൻ്റെ കോശങ്ങളെ നശിപ്പിക്കും, അവനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാ പ്രവണത കാണിക്കും. നമ്മൾ കരുതി ഇരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ അവൻ നമ്മളെ കൈവിട്ട് പോയെന്നിരിക്കും, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഇല്ലായ്മ ചെയ്തു വന്നിരിക്കും. ഈ ഒരു അവസ്ഥയിൽ മതിയായ സൈക്കാട്രിക് ചികിത്സ കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആവർത്തിച്ച് പറയാണ്, ഒരു പക്ഷേ അവർ റിക്കവർ ചെയ്ത് വരും. റിക്കവർ ചെയ്ത് വന്നാൽ തന്നെയും ഒരു മദ്യപാൻ ഡി അഡിക്ഷൻ സെൻ്ററിൽ നിന്ന് പുറത്ത് വന്നാൽ തന്നെയും മിനിമം 5 കൊല്ലത്തെ ചികിത്സയ്ക്ക് ശേഷമൊക്കെയാണ് പലപ്പോഴും ഡി അഡിക്ഷൻ സെൻ്ററിൽ നിന്ന് ഈ വ്യക്തിയെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ടാവും, അവന് ആധ്യാത്മികപരമായിട്ടുള്ള അറിവുകൾ കൊടുത്തിട്ടുണ്ടാവും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം പറഞ്ഞാൽ ഹദീസുകളിലൊക്കെ പറയുന്നുണ്ട്, നീ ഒരു ദിവസം മദ്യപിച്ചാൽ നിൻ്റെ 40 ദിവസത്തെ നിസ്കാരത്തെ അള്ളാഹു എടുത്തു കളയുന്നതായിരിക്കും. അത് 40 ദിവസത്തെ നിസ്കാരം 40 × 5 14 200 നിസ്കാരമാണ് അവിടെ ഇല്ലാതാകുന്നത്. ഇത്രമേൽ നമ്മളെ നിഷ്കർഷിച്ചുകൊണ്ട് ഈ ലഹരി വ്യാപനത്തെ തടയിടാൻ വേണ്ടി നമ്മുടെ ഇസ്ലാമിക ആചാര്യന്മാർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്തരം ആധ്യാത്മികപരമായിട്ടുള്ള പ്രബോധനങ്ങളും അറിവ് കൊടുത്ത് അവരെ കൗൺസിലിംഗ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി കൊണ്ടുവന്നാൽ ഇവർ കാണുന്നത് പിന്നീട് പത്രമാധ്യമങ്ങളിലും ടെലിവിഷനുകളിലും ഈ സിനിമകളിലും കാണുന്ന വളരെയധികം പ്രചോദനപരമായിട്ടുള്ള ഒരു ലഹരി ലോകത്തേക്ക് അവരെ ദൃഷ്ടിയിലേക്ക് പെടുകയാണ്. പൂർവാധികം ശക്തമായിട്ട് ഇവർ പിന്നീട് ലഹരിയിലേക്ക് തിരിച്ചു പോകും. ഈ സിനിമകൾ മദ്യത്തിൻ്റെ പരസ്യങ്ങൾ, വർണ്ണാഭമായ മദ്യത്തിൻ്റെ പരസ്യങ്ങൾ, ഇതെല്ലാം അവർ കൂട്ടുകാരന്മാർ കുടിക്കുന്നു, താൻ മാത്രം കുടിക്കാതിരിക്കുന്നില്ല. ആ ഒരു ഇടയിലേക്ക് ഇവൻ സമൂഹത്തിലേക്കാണ് ഇറങ്ങി വരുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് അവൻ വീണ്ടും മദ്യത്തിലേക്ക്, അത് 30% പേര് മാത്രമേ ഇതിൽ നിന്ന് പിന്മാറിയിട്ടുള്ളൂ. ബാക്കി 70-80% പേര്, 70% പേരും 80% പേരും പിന്നിലേക്ക് തിരിഞ്ഞു പോയതായിട്ടാണ് പഠനങ്ങൾ കാണിക്കുന്നത്. വീണ്ടും ലഹരിയുടെ കറുത്ത കരാള ദംഷ്ടങ്ങളിലേക്ക് ഊഴ്ന്നിറങ്ങിയതായിട്ടാണ് ഒരുപാട് പഠനങ്ങൾ കാണിക്കുന്നത്. നല്ലൊരു ശതമാനം പേരും ലഹരിയിലേക്ക് പിന്നെ തിരിച്ചു പോകും. അപ്പോൾ ഇത് പിന്നീട് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അപ്പം സമൂഹം മാത്രമല്ല, ആ വ്യക്തി മാത്രമല്ല, സമൂഹത്തിന് മാത്രമല്ല, ഈ സമൂഹത്തിൻ്റെ മുന്നോട്ട് നയിക്കുന്ന ആളുകൾക്കും ഇതിൽ നിർണായകമായ പങ്കുണ്ട്. ഒരു വ്യക്തിയാവട്ടെ സമൂഹത്തെ ആവട്ടെ ലഹരി വിമുക്തമാക്കുന്നതിന് ഇത്തരം പ്രചോദനകരമാകുന്ന പ്രലോഭനകരമാകുന്ന പരസ്യങ്ങളും അതിന് പ്രമേയമാകുന്ന സിനിമകളും എല്ലാം സത്യത്തിൽ ഇത് ഒഴിവാക്കുക തന്നെ വേണം. ഇതിനെ മഹത്വവൽക്കരിക്കുന്ന, ലഹരിയൊക്കെ മഹത്വവൽക്കരിക്കുന്ന സിനിമകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അതൊക്കെ അടിസ്ഥാനപരമായി നിരോധിക്കുക തന്നെ വേണം എന്നുള്ളതാണ് നമ്മളൊക്കെ പല
ആളുകളും പല കോണുകളിൽ നിന്നും പറയുന്നത്. ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഏറ്റവും വലിയ മാരകമായിട്ടുള്ള ഒരു രാസലഹരി എന്ന് പറയുന്നത് MDMA ആണ്. അത് പുറത്തു നിന്നും വരുന്ന ഒരു സിന്തറ്റിക് ഡ്രഗാണത്. പല കെമിക്കൽ, അതിൻ്റെ പേര് പറയുന്നത് 3,4 മെത്താലിൻ ഡയോക്സി മെത്താഫിറ്റമിൻ എന്നാണ് MDMAയുടെ ഫുൾ നെയിം എന്ന് പറയുന്നത്. ഈ രാസലഹരി സുലഭമാണിപ്പോൾ. പെൺകുട്ടികളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വശീകരിക്കപ്പെട്ട് ഇതിൻ്റെ വാഹകരായിട്ട് നമുക്ക് പുറം ലോകത്തേക്ക് പിടിക്കപ്പെട്ട് വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം 3 ടീച്ചർമാർ വരെയാണ് ഇതിനകത്ത് ഉൾപ്പെട്ട് പോയിരിക്കുന്നത്. ഇവ ഏറ്റവും സുരക്ഷിതമാണ്. നിങ്ങൾക്ക് ലഹരി മാഫിയയുടെ അടിവേരുകൾ തേടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്, ഇത് ഏറ്റവും നിങ്ങൾക്ക് ആരാണോ ലഹരി ആഗ്രഹിക്കുന്നത് അവർക്ക് എത്തിച്ചു കൊടുക്കുവാൻ, എവിടെയായാലും എപ്പോഴായാലും എത്തിച്ചു കൊടുക്കുവാൻ ലഹരി മാഫിയ സദാ സജ്ജമാണ് എന്നുള്ളതാണ്. അത്രമേൽ വ്യാപിച്ചിരിക്കുന്നു. അതിന് അവരുപയോഗിക്കുന്നത് പെൺകുട്ടികളെയാണ്. നല്ലൊരു ശതമാനം പെൺകുട്ടികളെ ഇപ്പോൾ ഏറ്റവും സുരക്ഷിതമായിട്ട് ഈ രാസലഹരി കടത്താൻ ലഹരി മാഫിയ കണ്ടെത്തിയിരിക്കുന്നത് പെൺകുട്ടികളെയാണ്. ഒന്നാമത് അവരുടെ മനഃശാസ്ത്രപരമായ ദൗർബല്യങ്ങൾ അവർ മുതലെടുക്കും. ഒരു പ്രണയക്കെണിയിൽ അവരെ ഏത് വിധേന ഉൾപ്പെടുത്തും. തൻ്റെ കാമുകൻ്റെ എല്ലാം വിശ്വസിക്കുന്ന കാമുകൻ്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുവാൻ അവൾ തയ്യാറാകുന്ന വിധത്തിൽ അവരെ മനഃശാസ്ത്രപരമായി പരുവപ്പെടുത്തിയെടുക്കാൻ ലഹരി മാഫിയ വളരെയധികം പരിശീലനം കിട്ടിയ ആൾക്കാരാണ് അവർ. അപ്പോൾ ഈ പെൺകുട്ടികളെ ഇപ്പോൾ നമുക്ക് അടിവസ്ത്രത്തിനുള്ളിലാണ് ഈ വളരെ ചെറിയ ക്വാണ്ടിറ്റി മതി, അതെല്ലാം അടിവസ്ത്രത്തിനുള്ളിലാണ് അവർ കടത്തിക്കൊണ്ട് പോകുന്നത്. ഈ പെൺകുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഈ സാധനം എത്തിച്ചു തരുവാൻ സജ്ജമാവിധം വലുതാണ് ലഹരി മാഫിയയുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ പെൺകുട്ടികളെ സ്വതവേ പെൺകുട്ടികൾക്ക് ഭയമാണ്. ഈ ലഹരി എന്ന് പറയുമ്പോൾ ഇതിലേറെ ഭയമാണ്. എന്നാലും ഈ പെൺകുട്ടികൾ ആ ഭയത്തിൽ നിന്നെല്ലാം മാറ്റിയെടുത്ത് ഇതിലേക്ക് അടിമപ്പെടുത്തി ഇത് ലഹരി മാഫിയ ഉപയോഗിക്കുമ്പോൾ എത്രമാത്രം വളരെ ആസൂത്രിതമാണ് ഈ ലഹരി മാഫിയയുടെ നീക്കങ്ങളെന്ന് ആലോചിച്ച് നോക്കുക. ഈ MDMA സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അത് നോർമലായിട്ട് ലഭിക്കുന്ന MDMA ഉറക്കം വിളിക്കുക. അവർ പറയുകയാണ് ഇവിടെ, അത് പഠിക്കാൻ നിനക്ക് ഉറക്കം വിളിക്കേണ്ടി വരില്ലേ, പഠിക്കുമ്പോൾ നിനക്ക് നല്ല കൂർമ്മ ശക്തി കിട്ടും, ബുദ്ധി കിട്ടും, നിനക്ക് ഡാൻസ് ചെയ്യാനാണെങ്കിൽ വളരെ എനർജി കിട്ടും എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചൊക്കെയാണ് കുട്ടികളെ ഇതിലേക്ക് വശപ്പെടുത്തിയെടുക്കുന്നത്. ഈ MDMA ഒരിക്കൽ ഇതിൻ്റെ കൂടെ കൊക്കൈനും കൂട്ടിച്ചേർക്കും, LSD കൂട്ടിച്ചേർക്കും ഇതിൻ്റെ കൂടെ. അങ്ങനെ MDMA അങ്ങനെ മിക്സ് ചെയ്ത് ാണ് MDMA കുട്ടിയെ കൊടുക്കുന്നത്. എത്രമാത്രം അപകടകരമാണ് LSD എന്നറിയുമോ? ഇത് കൊക്കൈനും കൂടിയിട്ടാണ് MDMAയിൽ കൂട്ടിച്ചേർക്കുന്നത്. അതിൻ്റെ കൂട്ടിച്ചേർത്ത് കിട്ടുന്ന ഒരു പ്രത്യേക സംയുക്തമുണ്ട്, അത് അങ്ങേറ്റ അപകടകരമാണ്. ഇത് ഉപയോഗിച്ച് തുടർച്ചയായി ഉപയോഗിക്കുന്നുവെങ്കിൽ, തുടർച്ചയായി ഇത് 3 മാസം ഉപയോഗിക്കുന്നുവെങ്കിൽ മരണം വരെ ഏറെക്കുറെ ഉറപ്പ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അവൻ്റെ പല്ലെല്ലാം ദ്രവിച്ചു പോകും. അവന് നമുക്കറിയാം, നമ്മുടെ ഈ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കഴുത്തൊടിഞ്ഞ് നടു റോഡിൽ തൂങ്ങി ഇങ്ങനെ നിൽക്കുന്ന ഒരു യുവ രൂപങ്ങളെ നമുക്ക് കാണാം. വളരെ ദയനീയമായിട്ട് ഉറക്കം തൂങ്ങി ഇങ്ങനെ നിൽക്കുന്ന ചെറുപ്പക്കാർ കുട്ടികളെയൊക്കെ കാണാം. ഇതാണ് ലഹരി മാഫിയയുടെ ആത്യന്തികമായിട്ട് ചെയ്യുന്നത്. ഇവർ നമ്മുടെ കുട്ടികളെ ഇതിലേക്ക് ഉൾപ്പെടുത്താതെ നമ്മളിതിനെ വളരെയധികം ജാഗ്രതയോടെ കൊണ്ടു നടക്കണം. അവർക്ക് ഇവിടെ സ്നേഹപരിചരണം കൊടുക്കണം. അവരുടെ പുസ്തകങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കണം, അവരുടെ ബാഗ് പരിശോധിക്കണം, അവരെ കൂടുന്നതിനെപ്പറ്റി നമ്മൾ പരിശോധിക്കണം. അവർ ഏതെല്ലാം മേഖല സ്കൂളിലേക്ക് നിന്ന് വീട്ടിലേക്ക് കൃത്യസമയത്ത് വരുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം. ഈ സ്കൂളുകളിൽ അവർ ഹാജർ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന ടീച്ചർമാർക്കും ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ പഠന നിലവാരം താഴുന്നുവെങ്കിൽ ആ കുട്ടിയെ ടീച്ചർ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതെല്ലാമാണ് ലഹരി വ്യാപനത്തിൻ്റെ പരമായിട്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുടുംബത്തെങ്കിലും നമ്മൾ ജാഗ്രതയോടെ കരുതി വെക്കണം. ഈ ലഹരി മാഫിയ, അതായത് 1 കിലോ കൊക്കൈനിൻ്റെ വില എന്ന് പറയുന്നത്
5 കോടി മുതൽ 10 കോടി രൂപയാണ് 1 കിലോ കൊക്കൈൻ്റെ വില. ഈ കോടിക്കണക്കിന് രൂപ ലഹരി മാഫിയ സമാഹരിക്കുന്നുവെങ്കിൽ അതിന് അവർക്കറിയാം എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ ഉപയോഗപ്പെടുത്തേണ്ടതെന്ന്. പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് വികസിച്ച് വരുന്ന ഘട്ടത്തിൽ പല വിധത്തിൽ നമുക്ക് കുട്ടികളെ പ്രലോഭനപരമായിട്ട് ചൂഷണം ചെയ്യാൻ സാധിക്കും. ഈ ചൂഷണത്തിന് വിധേയമാക്കപ്പെട്ട് നമ്മുടെ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതികളാണ് ശത്രു രാജ്യങ്ങൾ ചെയ്യുന്നത്. അതിനായിട്ട് തായ്ലൻഡിൽ നിന്നാണ് കഞ്ചാവ് വരുന്നത്. തെക്കേ അമേരിക്കയിൽ നിന്നാണ് ഇത്തരം രാസലഹരികളിലൊക്കെ പ്രഭവകേന്ദ്രം എന്ന് പറയുന്നത്. അഫ്ഗാനിസ്ഥാൻ, നമുക്കറിയാം, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനിൽ നിന്നുമൊക്കെയാണ് കഞ്ചാവ് പല സാധനങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് പല വഴികളിലൂടെയും പല രഹസ്യ സംഗതികളുടെ കപ്പലുകളിലൂടെയൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. ഇതെല്ലാം ശത്രു രാജ്യങ്ങൾ നമുക്ക് നേർക്ക് അയക്കുന്ന സംഹാര മിസൈലുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ലഹരി ഉൽപ്പന്നങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം യുവ സമൂഹം മുന്നോട്ട് പോകുവാൻ. യുവസമൂഹം രാഷ്ട്രത്തിൻ്റെ നാളത്തെ ഈ രാഷ്ട്രത്തിൻ്റെ അഭിമാനമാണ്. ഈ രാഷ്ട്രത്തെ നയിക്കേണ്ട കൈകളാണ് നിങ്ങൾ. ഈ രാജ്യത്തിൻ്റെ മാനവിക സ്വത്തുക്കളാണ് നിങ്ങളെല്ലാവരും. ആ സമൂഹം ഈ ലഹരി മാഫിയയുടെ കരാള ദംഷ്ടങ്ങളിൽ പിടികൊടുക്കാതെ, അവർ തരുന്ന അപരിചിതർ തരുന്ന ഒരു മിഠായി പോലും വാങ്ങിക്കഴിക്കാതെ വളരെയധികം കരുതലോടുകൂടി നിങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ ശ്രമിക്കുക. നമ്മുടെ തലച്ചോറിലെ ഡോപ്പമിൻ നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ട വലിയ ശ്രമാഹമായ കാര്യമാണ്. ഈ ലക്ഷക്കണക്കിന് ഒക്കെ ഡോപ്പമിൻ്റെ വലിയൊരു സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു സന്തോഷ ആലസ്യം അനുഭവിച്ചിരുന്ന ആ ആളുകളെയാണ് നമ്മൾ ചികിത്സിച്ച് 50 എന്ന് പറയുന്ന നിസ്സാര സന്തോഷത്തിൻ്റെ ചെറിയ ചെറിയ കുടുംബങ്ങളിൽ നിന്നും സിനിമകളിൽ നിന്നും കിട്ടുന്ന സന്തോഷത്തിലേക്ക് എത്തിക്കേണ്ട ഒരവസ്ഥയുണ്ടാകുന്നത്. ഇത് വളരെ ബുദ്ധിമുട്ടാണത്. റിക്കവറി ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ അസാധ്യമാണത്. അങ്ങനെ സാധ്യമായ അപൂർവം ചില ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ നോർമൽ ഘട്ടത്തിൽ ജീവിച്ചു പോകുന്നത്. ഇവരെ തിരിച്ച് പ്രലോഭനങ്ങളിലേക്ക് കൊണ്ടുവരാതെ നോക്കേണ്ടത് നമ്മുടെ സമൂഹം, നമ്മുടെ രാഷ്ട്രം തന്നെയാണ്. കഞ്ചാവ് ഈ ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികളുടെ ആദ്യം ചെയ്യേണ്ട പണി ഇവരുടെ ലൈസൻസ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും വാഹനം ഇവരെ കൊണ്ട് ഓടിക്കാൻ ലൈസൻസ് കൊടുക്കാതിരിക്കുക. ഈ ലൈസൻസ് കൊടുക്കേണ്ട പ്രായം തന്നെ ഈ പറഞ്ഞ പോലെ 25 വയസ്സ് ആക്കി മാറ്റണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞത്. ലൈസൻസ്, വാഹനം ഓടിക്കാൻ ലൈസൻസ്. ഇവർ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്കാണ് അത് ജീവന് ആപൽക്കരമാകുന്നത്. അപ്പോൾ ഇത്തരം ലഹരിയുടെ ഇത്തരം അവസ്ഥാന്തരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ യുവ സമൂഹം ഇതിനെ ലഹരിയെ പടികടത്തുവാൻ, ലഹരി ഒരിക്കൽ പോലും, ലഹരി എന്ന് പറയുന്ന സാധനം നമ്മുടെ തലച്ചോറിന് വിട്ടുകൊടുക്കാതെ, നമുക്കറിയാം തലച്ചോറിന് നമുക്ക് നമ്മുടെ തലച്ചോറിൽ തന്നെ CB1 CB2 എന്ന് പറയുന്ന റിസപ്റ്റേഴ്സ് ഉണ്ട്. കഞ്ചാവിൻ്റെ ആ ഒരു കെമിക്കലിനെ സ്വീകരിക്കാൻ പര്യാപ്തമായിട്ട് റിസപ്റ്റുകൾ നമ്മുടെ തലച്ചോറിലുണ്ട്. പക്ഷെ തലച്ചോറ് തന്നെ കഞ്ചാവിന് സമാനമായിട്ട് രാസപദാർത്ഥം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് വളരെ അത്ഭുതകരമാണത്. നമുക്കൊരു കാല് ഒടിയുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു വേദന വരുമ്പോഴോ നമ്മുടെ കൈകളൊക്കെ വല്ലാതെ മുറിയുമ്പോഴോ പെട്ടെന്ന് ആ ഭാഗം മരവിച്ച് പോകുന്നുണ്ട്, കേട്ടിട്ടില്ലേ? അത് നമ്മുടെ തലച്ചോറിലുള്ള ഈ റിസപ്റ്റേഴ്സിന് ലേക്ക് ഈ കഞ്ചാവിൻ്റെ സമാനമായിട്ടുള്ള ചില രാസപദാർത്ഥ തലച്ചോറ് ഉൽപ്പാദിപ്പിച്ച് അങ്ങോട്ട് കൂടെ അത് നമുക്ക് പരിണാമപരമായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ ജീവിക്കാൻ അനിവാര്യമാണത്. ആ തലച്ചോറിനുണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് വളരെ നാമമാത്രമായ തോതിൽ. പക്ഷെ ഈ റിസപ്റ്ററുകളിലേക്ക് പുറത്തു നിന്നുള്ള രാസലഹരികൾ സ്വീകരണി ആകാതെ ഇരിക്കട്ടെ നമ്മൾ കരുതിയിരിക്കണം. അത് നമ്മൾ ഇത്തരം രാസലഹരികളിൽ നിന്ന് നമ്മൾ മാറിപ്പോവാണ് വേണ്ടത്. അതിനായിട്ട് നമ്മുടെ യുവ സമൂഹത്തിന് കരുത്തുണ്ടാവട്ടെ, ആന്തരികമായിട്ടുള്ള പ്രചോദനമുണ്ടാവട്ടെ, മഹാത്മാക്കളുടെ ജീവിതങ്ങൾ അവർക്ക് വഴികാട്ടിയാവട്ടെ, മതപരമായ വിശ്വാസങ്ങൾ, മതപരമായിട്ടുള്ള മാർഗദർശിത്വം നിങ്ങൾക്കെപ്പോഴും ഉണ്ടാകട്ടെ.
നമ്മുടെ യുവസമൂഹം നാടിൻ്റെ കരുത്തും യശസ്സും കീർത്തിയുമായിട്ട് വളരുവാൻ ഈ ഒരു സമയം അവർക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.